അത്യന്തം വിനാശകരമായ ഒരു പ്രവണതയാണ് നാട്ടിൽ ലഹരിയുടെ ഉപയോഗം വർദ്ധിച്ചു വരുന്നു എന്നുള്ളത്. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളിൽ, യുവാക്കളിൽ മാത്രമല്ല പിഞ്ചു കുഞ്ഞുങ്ങളിൽ, സ്കൂൾ കുട്ടികളിൽ വരെ ഇതിൻ്റെ ഉപഭോഗം വലിയ തോതിൽ വർദ്ധിക്കുന്ന അപകടകരമായ ഒരു പ്രവണതയാണ്. ഇത് ആ വ്യക്തികളെ മാത്രമല്ല, ഒരു സമൂഹത്തിൽ വ്യാപകമായി ഇതിൻ്റെ ഉപഭോഗം വർദ്ധിക്കുമ്പോൾ ഒരു തലമുറ തന്നെ നമുക്ക് നഷ്ടപ്പെടുകയാണ്. സത്യത്തിൽ രാഷ്ട്രത്തിൻ്റെ തന്നെ നാശത്തിന് കാരണമായേക്കാവുന്ന ഒരു അപകടമായി ഇത് വളർന്നു വരുന്നു എന്നുള്ള തിരിച്ചറിവാണ് പൊതുപ്രവർത്തകർക്ക് മാത്രമല്ല എല്ലാവർക്കും ഈ കാലഘട്ടത്തിൽ ഉണ്ടാവേണ്ടത്. അതുകൊണ്ട് ഇതിൽ നിന്ന് ഒരു മുക്തി എന്ന വലിയ ഒരു താല്പര്യം എല്ലാ ആളുകളും പ്രകടിപ്പിക്കുകയും, താല്പര്യം പ്രകടിപ്പിച്ച് പ്രസംഗിക്കുകയും കുട്ടയോട്ടം നടത്തുകയും സെമിനാറുകൾ പങ്കെടുക്കുകയും ചെയ്തുകൊണ്ട് അവസാനിക്കുന്നില്ല. ഫലകരമായി എങ്ങനെ ഇതിൻ്റെ അകത്ത് ഇടപെടാൻ കഴിയുമെന്ന ഒരു അന്വേഷണം ആവശ്യമാണ്. നമ്മുടെ തൊട്ടടുത്ത് ഇത്തരം വിൽപ്പന കേന്ദ്രങ്ങൾ, അതിൻ്റെ കാരിയേഴ്സ് അതൊക്കെ ഉണ്ടെങ്കിൽ കൃത്യമായി അധികാരികൾ അറിയിച്ച് ഇതിൻ്റെ ഉറവിടം കണ്ടെത്തി അതിൻ്റെ വിതരണം തടസ്സപ്പെടുത്തുക എന്നതാണ് ആദ്യമായി ചെയ്യേണ്ടത്. സർക്കാരിൻ്റെ വകുപ്പുകൾക്ക് മാത്രമായി ചെയ്യാൻ കഴിയുന്നൊരു കാര്യമല്ല. പൊതുജനങ്ങളുടെ, പൊതുസമൂഹത്തിൻ്റെ ആകമാനം ഒരു മുന്നേറ്റമായി ഒരു രൂപത്തിലും ഇതിൻ്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ നാട്ടിൽ നടക്കാതിരിക്കാനുള്ള സാഹസികമായ ഇടപെടൽ തന്നെ നടത്തുവാൻ എല്ലാവരും തയ്യാറാകുക എന്നതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, ഇതിന് അടിമപ്പെട്ട കുഞ്ഞുങ്ങളെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയണം. പലപ്പോഴും അവർ നോർമലായി ബിഹേവ് ചെയ്യുന്നു തോന്നിയേക്കാം, പക്ഷേ നമ്മുടെ ചെറുപ്പക്കാരെ കൃത്യമായി നിരീക്ഷിച്ച് ലഹരിക്ക് അടിമപ്പെടുന്നുണ്ടോ എന്ന് മനസ്സിലാക്കുവാനുള്ളൊരു പരിശ്രമം ഉണ്ടാകണം. അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഉടൻ അവരെ പോലീസിൽ ഏൽപ്പിച്ച് കേസെടുപ്പിക്കുക എന്നുള്ളതല്ല. നടപടികൾ നിയമപരമായി നടന്നോട്ടെ. പക്ഷെ നമ്മുടെ ഒരു പൊതുസമൂഹത്തിൻ്റെ ലക്ഷ്യം എങ്ങനെ ഇവരെ ഇതിൽ നിന്ന് വിമുക്തരാക്കാമെന്നുള്ളതായിരിക്കണം. അതുകൊണ്ട് അങ്ങനെ കണ്ടെത്തുന്ന ലഹരിക്ക് അടിമപ്പെട്ട ആളുകളോട് വിദ്വേഷമോ അറപ്പോ പ്രകടിപ്പിച്ചുകൊണ്ടല്ല, വെറുപ്പ് പ്രകടിപ്പിക്കുകയല്ല, അവരെ സ്നേഹിക്കാനുള്ളൊരു മനസ്സ്, അവരെ ഈ ബുദ്ധിമുട്ടിൽ നിന്ന്, ഈ കുഴിയിൽ നിന്ന് കരകയറ്റാൻ വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പ്. അത്തരത്തിൽ അവരെ സ്നേഹപൂർവ്വം മനുഷ്യത്വപരമായി അവരെ ഇടപെടാൻ കഴിയണം. ആ ഇടപെടൽ ശാസ്ത്രീയമായിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. ഡി അഡിക്ഷൻ സെൻ്ററിൽ അവർക്ക് മതിയായ ശാസ്ത്രീയമായ ചികിത്സ വേണ്ടിയെടുത്ത് ചികിത്സയും കൗൺസിലിംഗ് വേണ്ടിയെടുത്ത് കൗൺസിലിങ്ങും മറ്റ് സ്നേഹത്തോടുകൂടിയ ഇടപെടലുമാണ് അത്തരം കുട്ടികളെ അതിൽ നിന്ന് വിമോചിപ്പിക്കാൻ വേണ്ടി അത്യാവശ്യമായി ഇന്ന് സമൂഹം ആവശ്യപ്പെടുന്നത്. എൻ്റെ കുഞ്ഞിത് ചെയ്യില്ല എന്ന് എല്ലാ മാതാപിതാക്കൾക്കും സ്വയം വിശ്വസിക്കാം, ആശ്വസിക്കാം. പക്ഷേ സാഹചര്യങ്ങൾ നോക്കണം, കുഞ്ഞുങ്ങളെ സംശയത്തോടെ നോക്കണം എന്നല്ല ഞാൻ പറയുന്നത്. ഈ അപകടം എല്ലായിടത്തും പതിയിരിക്കുന്നു എന്ന യാഥാർത്ഥ്യബോധത്തോടു കൂടി എൻ്റെ കുഞ്ഞിൽ പെട്ടിട്ടുണ്ടോ എന്ന് കൃത്യമായി നിരീക്ഷിക്കുകയും ഉണ്ടെങ്കിൽ അവനെ വീടിന് പുറത്തേക്ക് ഇറക്കി വിടുകയല്ല, എങ്ങനെ അതിൽ നിന്ന് അവനെ വിമോചിപ്പിക്കാൻ കഴിയുമെന്നതിനെ സംബന്ധിച്ച് കൃത്യമായ ആലോചന ഉണ്ടാകണം. നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഉടമസ്ഥതയിൽ തന്നെ നിരവധി ഡി അഡിക്ഷൻ സെൻറ്റേഴ്സ് ഉണ്ട്, സ്വകാര്യമായ ഡി അഡിക്ഷൻ സെൻറ്റേഴ്സ് ഉണ്ട്. അവിടെ നടത്തുന്ന ചികിത്സാ രീതികൾ നമുക്ക് ഒരുപക്ഷെ കേൾക്കുമ്പോൾ ഉൾക്കൊള്ളാൻ കഴിയാതെ വന്നേക്കാം, പക്ഷേ ശാസ്ത്രീയമായ രീതിയിൽ തന്നെ അത് കൈകാര്യം ചെയ്യണം. ലഹരിക്ക് പൂർണ്ണമായും അഡിക്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ അവരെ ഒറ്റയടിക്ക് നിർത്തിയാൽ വിഡ്രോവൽ സിംറ്റംസ് ഉണ്ടാകും. അതുകൊണ്ടാണ് പറഞ്ഞത്, വളരെ വിദഗ്ധമായി കൈകാര്യം ചെയ്യാൻ തക്കവണ്ണം അതറിയാവുന്ന വിദഗ്ധരുടെ കൈകളിലേക്ക് കുഞ്ഞുങ്ങളെ പരമേൽപ്പിക്കുക, എങ്ങനെയാണ് ഇവരെ ശാസ്ത്രീയമായി രീതിയിൽ ഇതിൽ നിന്ന് രക്ഷപ്പെടുത്തിയെടുക്കാൻ കഴിയുക എന്ന അന്വേഷണമാണ് ആവശ്യം. അപ്പോൾ ഏറ്റവും പ്രധാനമായി പൊതുസമൂഹം ഇപ്പോൾ വ്യാപകമായി വാർത്താമാധ്യമങ്ങളുടെ പ്രചരണങ്ങൾ നടക്കുന്നു, പല രൂപത്തിലുള്ള പ്രകടനപരമായ പരിപാടികൾ നടക്കുന്നു. അത് വേണ്ട എന്നല്ല, നടന്നോട്ടെ, അതൊരു പരിഹാരം ആത്യന്തികമായി നമുക്ക് നൽകുന്നില്ല. പൊതുസമൂഹം മൊത്തത്തിൽ ഇത്തരം കാര്യങ്ങളിൽ ഇടപെടാൻ തക്കവണ്ണമുള്ള ഒരു മനസ്സുള്ളവരായി മാറുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതിന് മാധ്യമങ്ങൾ വലിയ തോതിൽ പൊതുസമൂഹത്തെ പ്രേരിപ്പിക്കണം, പ്രോത്സാഹിപ്പിക്കണം. ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങളിൽ അവരെ പിന്തുണയ്ക്കുവാൻ, അവർക്ക് വേണ്ട സുരക്ഷ ഒരുക്കുവാൻ തക്കവണ്ണം മാധ്യമങ്ങളുടെ കൂടി പിന്തുണ ഉണ്ടാകണം. സർക്കാർ സംവിധാനവും യുവജന മുന്നേറ്റങ്ങളും മാധ്യമങ്ങളും എല്ലാവരും ഒരുമിച്ച് ചേർന്ന്
എന്നേക്കുമായി ഈ വിപത്തിനെ, ക്യാൻസർ പോലെ മാരകമായ ഈ വിപത്തിനെ നമ്മുടെ നാട്ടിൽ നിന്ന് ആട്ടിപ്പായിക്കാനുള്ള പരിശ്രമങ്ങളിൽ ഏർപ്പെടണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അത് ഞാൻ റിപ്പോർട്ടർ ചാനലിലൂടെ ബഹുജനങ്ങളോട് പങ്കുവയ്ക്കുകയാണ്. പൊതുസമൂഹം ആകമാനം ഏറ്റെടുക്കേണ്ടുന്ന ഈ കാലഘട്ടത്തിലെ ഏറ്റവും അനിവാര്യമായ ഒരു ദൗത്യത്തിന് നല്ല പ്രേരണ നൽകുവാൻ റിപ്പോർട്ടർ TV-യുടെ ഈ ക്യാമ്പയിൻ പ്രയോജനപ്പെടട്ടെ എന്ന് ഞാൻ ഹൃദയപൂർവ്വം ആശംസിക്കുന്നു.